ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോകില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് കേട്ടിട്ട് അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും മിനിമം ഒരു 7 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഉറക്കം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നട്ടെല്ല് നൂർത്തിയിരുന്നിട്ട് വേണം പഠിക്കാൻ. അല്ലെ, നമ്മൾ നട്ടല് നൂർത്തി വെച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടില്ല. ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രെയിൻ വിചാരിക്കും ഉറങ്ങട്ടെ 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 എന്നുള്ളൊരു വിചാരം നമ്മുടെ ആർക്ക് വരും? ബ്രെയിനിന് വരും. അപ്പോൾ നമ്മൾ നട്ടെല്ല് നൂർത്തിയിരുന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? പഠിക്കാൻ. അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ചെറിയൊരു ഉറക്കം വരുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഉറക്കം വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ അവിടെ നിന്ന് എഴുന്നേൽക്കണം. ശരിക്കും നമ്മൾ ട്രാൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലാണ് ആ സമയത്ത്. അങ്ങനെ വേണം എത്ര സമയം വേണേൽ നമുക്ക് ഇരിക്കാൻ പറ്റും. പഠിക്കൽ നടക്കില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കും, നമ്മൾ ബുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. ഒരു ചെറിയ ഉറങ്ങിപ്പോവില്ല, അല്ലേ? ഉറക്കത്തിൻ്റെയും അതുപോലെ തന്നെ ഉണർവിൻ്റെയും ഇടയിലുള്ളൊരു അവസ്ഥ, അല്ലേ? ശരിയല്ലേ? ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ആ സമയത്ത് ഉണ്ടാവുക. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പുസ്തകം എടുക്കുക, എഴുന്നേൽക്കുക, കുറച്ച് നടക്കുക, നടന്നുകൊണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉറക്കം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇനി ഉറക്കം വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പുസ്തകം അവിടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ ചെറിയ പുഷപ്പോ അങ്ങനെയുള്ള ഒരു 5-10 എന്ത് ചെയ്യുക? ചെയ്തു വെക്കുക. ഒരു 5-10 പുഷപ്പ് ചെയ്താൽ മതി, സെറ്റാണ്. അല്ലെങ്കിൽ ഈ പുഷപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എന്ത് ചെയ്യുക? പിന്നെ ഒരേ സബ്ജക്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക? പഠിക്കാതിരിക്കുക. സബ്ജക്റ്റുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പഠിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. നമ്മളെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പോയിന്റുകൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടി ആക്റ്റീവ് ആവും, നമ്മൾ ഉറങ്ങാനുള്ള ചാൻസ് കുറയും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ ബിരിയാണി, മന്തി ഇങ്ങനത്തെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എന്ത് ചെയ്യാതിരിക്കുക? പഠിക്കാതിരിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ഇതൊന്നും ലൈഫിൽ എന്ത് ചെയ്യുന്നില്ല? ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാനുള്ള കാരണം, അല്ലേ? ഇനി രാത്രി വൈകി കിടക്കുന്ന പരിപാടി നിർത്തുക. രാത്രി വൈകി കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.